കൂനം തൈ AKG റോഡിന് സമീപം നടുറോഡിൽ ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ഭർത്താവിന്റെ ശ്രമം. കഴുത്തിന് ആഴത്തിൽ മുറിവേറ്റ ഇടപ്പള്ളി ടോൾ പുലുങ്കാവുങ്കൽ വീട്ടിൽ നീനു ടാർസനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയായ നീനു അപകടനില തരണം ചെയ്തതായി പോലീസ് അറിയിച്ചു. നീനുവിനെ ആക്രമിച്ച ഭർത്താവ് എറണാകുളം കോമ്പാറ എടക്കാട്ടുപറമ്പിൽ ആശൽ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. രാവിലെ 9:15 സംഭവം. ഫിസിക്കൽ ട്രെയിനർമാരായിരുന്ന ഇരുവരും 8 വർഷം മുൻപ് പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണ്. ഇവർക്ക് 7 വയസ്സുള്ള ഒരു ആൺകുട്ടിയുണ്ട്. 8 മാസമായി ഇരുവരും പിണങ്ങി അകന്നു കഴിയുകയായിരുന്നു. നീനു കൂനം തൈയിലെ ഹാർഡ്വെയർ കടയിൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. ഇന്നലെ വീട്ടിൽ നിന്നും സ്കൂട്ടറിൽ ജോലിസ്ഥലത്തേക്ക് പോയ നീനുവിനെ വഴിയിൽ കാത്തുനിന്ന ആശൽ തടഞ്ഞു നിർത്തി സംസാരിച്ചു. സംസാരിക്കുന്നതിനിടയിലാണ് കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് നീനുവിന്റെ കഴുത്തിൽ വെട്ടിയത്. ഉടൻ തന്നെ ഇയാൾ ബൈക്കിൽ കയറി ഓടിച്ചു പോവുകയും ചെയ്തു. രക്തം ചീറ്റുന്ന കഴുത്തുമായി നീനു സമീപത്തെ കടയിലേക്ക് ഓടിയെത്തി പോലീസിനെ വിളിക്കാനും തന്നെ ആശുപത്രിയിലെത്തിക്കാനും ആവശ്യപ്പെട്ടു. കടയിലുണ്ടായിരുന്നവരും ഓടിക്കൂടിയ സമീപവാസികളും ചേർന്ന് ഉടൻ പത്തടിപ്പാലത്തെ ആശുപത്രിയിലെത്തിച്ചു. പ്രാഥമിക ചികിത്സ നൽകി. കഴുത്തിലെ ഞരമ്പ് മുറിഞ്ഞ നീനുവിനെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി അമൃത ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നീനുവിനെ വെട്ടാൻ ഉപയോഗിച്ച കത്തി 2 ഒടിഞ്ഞ നിലയിൽ സംഭവ സ്ഥലത്ത് നിന്നും പോലീസ് കണ്ടെത്തി. ആശിൽ കുറച്ചുനാൾ മുൻപ് മാധവ ഫാർമസിക്ക് സമീപം റെസ്റ്റോറന്റിൽ ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ ജോലിയില്ല. ഇയാൾ മുൻപ് 2 തവണ ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.